കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർന്നു ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാപ്രഭാത ശോഭിതത്തിൻ കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാപ്രഭാത ശോഭിതത്തിൻ പർപ്പലെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശം പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് പാസ്റ്റർ മുൻപോട്ട് വന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ കൃപ ധാരാളമായി ചൊരിയേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പകൽക്കാലം വീണ്ടും ദൈവത്തിൻ്റെ കൃപയെ ഞങ്ങൾ ആശ്രയിച്ച് അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്ന കർത്താവ് വിശേഷപ്പെട്ട കർത്താവിക്കുന്ന വാത്സല്യ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾ പ്രിയ തിമോത്തി ഓർക്കുന്ന മകനെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. ദൈവത്തിൻ്റെ കൃപയാ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ആവശ്യമായ കൃപ അവൻ്റെ മേൽ ദൈവം പകരുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ എസ്തറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയാ ഞങ്ങൾ പൈര് നിറയ്ക്കുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ഫാബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന താനുഗ്രഹ കുടുംബമായവരെ മാനിച്ച് ദൈവത്തിൻ്റെ കൃപയാ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. നല്ല ആശ്വാസം കർത്താവ് കൂടെ ഇരുന്ന് ദൈവം സഹായിക്കുകയും ദൈവം മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെ കർത്താവിനെ ഏറ്റു പ്രാർത്ഥിക്കുന്ന ദാസന്മാരെ ബലപ്പെടുത്തണമേ. കൃപ കൂടിയിരിക്കണം. നമുക്ക് എല്ലാ കർത്താവിനും കൂടി ഞങ്ങൾ പ്രാർത്ഥന സ്തോത്രം ചെയ്യുന്നു. യേശുകൃഷ്ണനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പരിശുദ്ധ പിതാവേ. ഈ ഭവനത്തിലെ ശുശ്രൂഷകളുടെ അവസാന സമയത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഭവനത്തിൽ നിന്ന് ഭൗതിക ശരീരവുമായി സെമിട്രിയിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഈ സഭയുടെ ശുശ്രൂഷകൻ ഷാജി പാസ്റ്റർ 90-ാം സങ്കീർത്തനം വായിക്കും. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായ ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും
ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിനും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാര്? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അത് ഞങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഒരു നിമിഷം കൂടെ എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ദൈവസന്നിധിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 58 വർഷം വിശ്വാസ പടവിൽ യാത്ര ചെയ്ത് സിയോൻ നഗരിയിൽ പ്രവേശിച്ച പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ ഭൗതിക ശരീരത്തിന് കുടുംബാംഗങ്ങളും സഭയും ചേർന്ന് ഒരനുഗ്രഹിക്കപ്പെട്ട യാത്രയയപ്പ് ഇവിടെ ക്രമീകരിച്ചു. അതിൽ പങ്കെടുക്കുന്ന ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമക്കളെയും കർത്തൃദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം, പ്രാർത്ഥന, ശുശ്രൂഷകളൊക്കെ ഈ കുടുംബത്തിന് ഇതുവരെ ഒരാശ്വാസമായിരുന്നു. പ്രത്യേകിച്ച് മണ്ണാർക്കാട് സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KT തോമസ് അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഒടുവിലത്തെ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ നിർവഹിക്കുന്നതായിരിക്കും. ഈ കുടുംബവുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെ ഓർപ്പിച്ചാൽ 20 വർഷത്തിലധികം ഈ കുടുംബവുമായിട്ട് ഞങ്ങൾക്കടുത്ത് ബന്ധമുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 23 വർഷമായി പ്രിയപ്പെട്ടവർ മലബാറിൽ വന്നിട്ട്. ഇവിടെ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ചാക്കോച്ചായന ഒരു സുവിശേഷകനല്ലായിരുന്നു. അദ്ദേഹം നല്ലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചുമതലയിൽ ചില പ്രയാസങ്ങളുണ്ടായി. അദ്ദേഹം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പിന്നീട് താൻ ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ മലബാറിൽ കടന്നു വന്നത്. ഒരു നല്ല കാലം ഇവരുടെ ജീവിതത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു. എന്നാൽ നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു വേദനയുടെ കാലവും ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്നേക്ക് 13 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ ബീനാൻ്റിയെയും കുഞ്ഞു മക്കളെ 2 പേരെയും ഇവിടെ ആക്കിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയ ദൈവദാസൻ കടന്നുപോയി. അന്ന് മുതൽ ഈ കുഞ്ഞുങ്ങൾക്ക് കരുത്തായി, ഇവർക്കൊരു ബലമായി, ഒരമ്മയെന്ന് പറയുന്നതിനപ്പുറമായി ഒരു കളിക്കൂട്ടുകാരിയെ പോലെ ഈ മക്കളോടുകൂടെ യാത്ര ചെയ്ത ഞങ്ങളുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസിയാണ് പ്രിയ ബീനാൻ്റി. ഞങ്ങളുടെ സഭയോടുള്ള ബന്ധത്തിലും ഒട്ടേറെ ചുമതലകൾ വഹിക്കുകയും
അനേകർക്ക് ആശ്വാസമായി തീരാൻ ഈ കുടുംബത്തെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രിയരെ, ഇവരുടെ മലബാറിലെ ജീവിതത്തിൽ ഇവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർ രണ്ടുപേരും സ്വസ്ഥത അനുഭവിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വിശ്രമിക്കുക. തിമത്തിയും അവൻ കുടുംബമാണ് പേവാമോട്. പ്രിയ എസ്തേർ കൊതോങ്കലത്ത് പഠിച്ചുകൊണ്ടിരിക്കുക ഫാഷൻ ഡിസൈനിങ്. ഇനി അവർക്ക് അപ്പനില്ല, അമ്മ ഇവിടെയില്ല. പക്ഷേ അനാഥർക്ക് പിതാവ് ഒരു ദൈവമുണ്ട്. ഇവിടുത്തെ ചാക്കോച്ചായനും പ്രിയ ബീനാന്റിക്കും പരിമിതികളുണ്ട്. എന്നാൽ അതിനപ്പുറം ഈ കുഞ്ഞുങ്ങളെ നോക്കാനും ഇവരെ പരിപാലിക്കാനും ഇവർക്കൊരു നല്ല പിതാവുണ്ട്. ഇവരുടെ രക്ഷകർത്താക്കളായിരുന്നു ഇവർ രണ്ടുപേരും. അവരെ തിരിച്ചു വിളിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അനാഥരായി ദൈവം വിടില്ല. അവർക്ക് പിതാവായി ആ നല്ല അപ്പൻ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കള് ആ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആ ദൈവം ഉണ്ടെന്ന് പറഞ്ഞു പോവുകയല്ല. ഈ സഭ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൽക്കും. അവരുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ തണലായി നിന്നതുപോലെ ഇനിയും ഞങ്ങളുടെ സാന്നിധ്യം ഈ കുഞ്ഞുങ്ങൾക്ക് ഒരാശ്വാസമായി എപ്പോഴും ഉണ്ടാകും. എനിക്കൊന്നേ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളൂ, ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു. വളരെ സമയം ഞാൻ എഴുന്നേറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എന്നോട് ആ സമയത്ത് സംസാരിച്ചൊരു വാക്കുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല, അവൻ സകലതും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണെന്ന് പറഞ്ഞു. പ്രിയ കർത്തൃദാസി ചാക്കോച്ചായൻ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. ദാനിയേലിനോട് ദൈവം പറഞ്ഞു, നീ പോയിക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി വായിക്കാൻ നീ മടങ്ങി വരിക. പ്രവാസികളുടെ കൂട്ടത്തിൽ വളരെ വിശ്വസ്തയോടെ നിന്ന ഒരു മനുഷ്യനാണ്. നല്ല പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ഒരു കാലം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോനെ നീ ഇങ്ങ് പോരെ, നിന്റെ ഓഹരി നിനക്ക് ഞാൻ തരാം. ആ നിലയിൽ ബീനാന്റിയോടുള്ള ബന്ധത്തിൽ ദൈവം നന്മയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ രണ്ട് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ എന്താ നന്മയെന്ന് നമുക്ക് കാണാൻ ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കഴിയത്തില്ല. ഇതൊരു വേദനയാണ്. പക്ഷെ ഇതിൻ്റെ അകത്തും ഒരു നന്മയുണ്ടെന്ന് ദൈവം ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചു. നിശ്ചയമായും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. അവരിവിടെ ഈ മാതാപിതാക്കൾ കാണിച്ച നല്ല പാത പിന്തുടരും. അവരുടെ വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കും. തിമത്തി, ഫേബ, അവർ കുടുംബം ഞങ്ങളുടെ സെന്ററിലൊരു വിശ്വാസിയല്ല, അവനൊരു ശുശ്രൂഷകന്റെ സ്ഥാനത്ത് നിന്ന ആരാധനയുടെ ഒരു പ്രധാന ഭാഗം കൈകാര്യം ചെയ്യുന്നത്. എനിക്കറിയാം ബീനാന്റിയുടെ അകത്ത് അതിയായ ആഗ്രഹമുണ്ട് തിമത്തിയെ മുന്നിലേക്ക് കയറ്റി വിടുവാനുള്ള. ഞാൻ ഈ അവസരം പലപ്പോഴും എന്നോട് പറയും, അവൻ കർത്താവിൻ്റെ വേലയിൽ നിൽക്കേണ്ടവനാണ്. ഈ അവസരം ഞാൻ ആ വാക്കുകൂടി ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കുക. നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രിയ
ആന്റിയെ കാണാൻ കഴിയും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. തുറന്ന ചില വാക്കുകൾ പറഞ്ഞ് ഈ ഭൗതിക ശരീരം ഇവിടുന്ന് എടുക്കുവാനായിട്ട് പോവുകയാണ്. ഒടുവിലത്തെ ശുശ്രൂഷ നിർവഹിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ KT തോമസ് പാസ്റ്ററാണ്. കർത്തൃദാസനെ ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് മലബാർ കേരള സ്റ്റേറ്റിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ജോയി പാസ്റ്റർ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ ഷാജി പി തോമസ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കും ഈ വാത്സല്യ ഭവനത്തിലെ കുഞ്ഞുങ്ങൾക്കും ബന്ധുമിത്രാദികൾ ചർച്ചക്കാർ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. ഇവിടെ നാം കേട്ടതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ വചനങ്ങളൊന്നും ആശ്വാസ വചനങ്ങളൊന്നും ഈ കർത്തൃദാസിയോടല്ല, ഇരിക്കുന്ന നമ്മളോടാണ് ഇന്ന് സംസാരിച്ചത് മുഴുവൻ. ഈ വാത്സല്യ കർത്തൃദാസിയെ ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ ജോണി പാസ്റ്റർ പഴയന്നൂര് ഭവനത്തിൽ വെച്ച് എനിക്ക് കാണുകയുണ്ടായി. അല്പസമയം സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ശാരീരികമായി വളരെ ക്ഷീണിതയാണ്, ഷുഗറൊക്കെ ഹൈ ആണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഈ ശരീരം മുഴുവൻ രോഗം നിറഞ്ഞ ശരീരമായിരുന്നു, പ്രയാസങ്ങൾ നിറഞ്ഞ ശരീരമായിരുന്നു. ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളൊന്നും കർത്തൃദാസിക്ക് ആശ്വാസമായിരുന്നിട്ടില്ല. എന്നാൽ ഒരു ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിച്ചുണർത്തുവാനുള്ള ഒറ്റ കാര്യം, കഴിഞ്ഞ ദിവസത്തിന്റെ മണിക്കൂറിൽ ഈ വാത്സല്യ കർത്തൃദാസി പോയത് ഇതൊന്നുമില്ലാത്ത ഒരു നല്ല നാട്ടിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അല്പസമയം കഴിയുമ്പോൾ നാം ഇവിടെ നിന്ന് ഈ ബോഡിയായ സെമിത്തേരിയിലേക്ക് പോകും. അവിടെ ചെന്ന് പ്രത്യാശാ നിർഭരമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ കർത്തൃദാസിയുടെ മൃതശരീരം അവിടെ അടക്കി നാം തിരികെ പോരും. ഈ ഉപനിഷത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, അർത്ഥഗ്രഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതൈജവ ഗജച്ഛന്തമനുഗച്ഛതി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്. സംസ്കൃതത്തിലാണത്. മനുഷ്യൻ സമ്പാദിച്ച ധനം വീട്ടിലിരിക്കും, പുത്രബന്ധുക്കൾ ശ്മശാനം വരെ വരും, എന്നാൽ അവൻ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി നല്ലതാകിലും തീയതാകിലും അതവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കർത്തൃദാസിയെ കുറിച്ച് ഇത്രയും നേരം കേട്ടത് കർത്താവിന്റെ വേലയിൽ തന്നാലാവോളം അഹോരാത്രം അധ്വാനിച്ചൊരു കർത്തൃദാസിയാണ്. ഇവിടെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സഹോദരി ഈ കർത്തൃദാസിയും കുടുംബവും സുവിശേഷം പറഞ്ഞാണ് താൻ രക്ഷിക്കപ്പെട്ടതെന്ന്. സ്തോത്രം. ഓർത്തോണം, ആമേൻ. ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇവിടെ ഒന്നും മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചില്ലെങ്കിലും, ഒന്നും അവർക്ക് വേണ്ടി കരുതി വെച്ചില്ലെങ്കിലും, പ്രതിഫലം വീതിക്കുന്ന ഒരു നാളിൽ ഈ കർത്തൃദാസി കർത്താവിന്റെ മുമ്പിൽ, അനേക വിശുദ്ധന്മാരുടെ മുമ്പിൽ വളരെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ആ പ്രതിഫലം വീതിക്കുമ്പോൾ ആ കർത്തൃദാസിയുടെ ശരീരത്തിൽ ആമേൻ രൂപാന്തരം പ്രാപിച്ച കർത്താവിനെതിരെ എടുക്കപ്പെട്ട അവിടെ നിൽക്കുമ്പോൾ തന്റെ തലയിൽ വെക്കുന്ന കിരീടത്തിൽ മുത്തുകളുടെ എണ്ണം ഏറും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ഓർത്തോണം, 49-ാം സങ്കീർത്തനം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട്, സ്നേഹിതരോട്, സുഹൃത്തുക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്ന നിലയിൽ പറയാം, ഒരു മതത്തിനോ മതനേതാവിനോ ഒരു പുരോഹിതനോ പൂജാരിക്കോ ഒരു പാസ്റ്റർക്കോ
കഴിയാത്തതാണ്. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ നമ്മെ വീണ്ടെടുത്തതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആ വീണ്ടെടുപ്പ് പ്രാപിച്ച് എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? അവർ സന്തോഷത്തോടെ ഉറക്കെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഇതാണ് നമ്മുടെ പ്രത്യാശ. എന്താണ് നമ്മുടെ പ്രത്യാശ? ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞ വേഗത്തിൽ അവസാനിപ്പിക്കുക, തൊടുകുറി പോലെ പറഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായ ഒരു ദൈവദാസൻ, വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഈ ലോകത്തെ നാം സമ്പാദിച്ചതിന് അല്ല, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ ചാർച്ചക്കാരെ, നമ്മുടെ സഭയെ, നമ്മുടെ പാസ്റ്റർമാരെ ഒക്കെ വിട്ടുപിരിഞ്ഞ് ആമൻ ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടി ആയിരിക്കാൻ ഇന്ന് പകൽക്കാലം കാംക്ഷിക്കുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ടോ? സ്തോത്രം. നമ്മുടെ കാംക്ഷ അതാണ്. അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞ ഇങ്ങനെയാണ്, അത് അത്യുത്തമമല്ലോ. സ്തോത്രം. ഈ അത്യുത്തമം എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത്യുത്തമം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു 3 കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് ചിന്തിക്കാൻ കഴിയും. 1 അധമം, 2 ഉത്തമം, 3 അത്യുത്തമം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയാം. യേശു ക്രിസ്തു ഇല്ലാതെ, ദൈവമില്ലാതെ, പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം അധമമാണ്, ഒരു സംശയവും ഇല്ല. സ്തോത്രമല്ലേ? എന്നാൽ ഏതോ ഒരു ദിവസം എവിടെയോ വെച്ച് ഏതോ ഒരു സന്ദർഭത്തിൽ ഏതോ ഒരു ടൈമിൽ പാപികൾക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്ന ആ നിമിഷം മുതൽ മരണം വഴിയായി മാറ്റപ്പെടുന്ന നിമിഷം വരെയുള്ള കാലത്തെയാണ് ഉത്തമകാലം എന്ന് പറയുന്നത്. ആ ഉത്തമകാലത്ത് രോഗമുണ്ട്, ക്ലേശങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്. ആമേൻ. എന്നാൽ ഈ ഉത്തമകാലം എന്ന് പറയാൻ കാരണം അന്നും ഈ ഉത്തമകാലത്തിൽ പ്രവേശിച്ച ദൈവമക്കളോട് ദൈവദാസന്മാരോടൊക്കെ എന്തോ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ, പട്ടിണിയാണെങ്കിലും ആമേൻ, പരിതാപങ്ങൾ ഒത്തിരി പറയാനുണ്ടെങ്കിലും, പ്രശ്നങ്ങൾ ഒത്തിരി പറയാനുണ്ടെങ്കിലും പറയത്തില്ല, ചിരിച്ചുകൊണ്ട് പറയും, ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. അത് ദൈവമക്കൾക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതാണ് ഉത്തമകാലം എന്ന് പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് എപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ക്രിസ്തുവിൽ മറിയുന്നു മരണം വഴിയായി, ആ നിമിഷം മുതൽ അതിനെയാണ് പൗലോസ് പറയുന്നത് അത്യുത്തമമെന്ന്. അകത്തി പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒറ്റ കാര്യം എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ. ഇതുവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കാതെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്നതിൽ ഒറ്റ കാര്യം ഓർപ്പിക്കട്ടെ. ഈ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ അംഗീകരിച്ച് മാത്രമേ ഇവിടുന്ന് നിങ്ങൾ മടങ്ങിപ്പോകാവൂ. കാരണം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാഹളം ധ്വനിച്ചാൽ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടുന്ന് ഈ ബോഡി എടുത്തുകൊണ്ട് സെമിത്തേരിയിലേക്ക് പോവുകയാണ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ വിശുദ്ധന്മാർ. കാരണം പുസ്തകം പറയുന്നു, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കി. അപ്പൊ ഭക്തിയുള്ള പുരുഷന്മാരാണ് കൊണ്ടുപോയി ഇത് അടക്കാൻ പോകുന്നത്. ആമേൻ. അല്ലെങ്കിൽ ഓർക്കുക, ഈ ബോഡി തോളത്ത് വെച്ച് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുമ്പോ കർത്താവിന്റെ കാഹളമാ ധ്വനിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് കഷ്ടം സഹിച്ച് ജീവിച്ച വാത്സല്യ കർത്തൃദാസി ഈ പെട്ടിക്കകത്ത് നിന്ന് പൊടുന്നനെ രൂപാന്തരം പ്രാപിച്ച് എഴുന്നേൽക്കും. അതാണ് നമ്മുടെ ഉള്ളിലെ പ്രത്യാശ. സ്തോത്രം. മാത്രമല്ല, അത് ചുമന്നുകൊണ്ട് പോകുന്നതിൽ നിങ്ങളൊന്ന് ചിന്തിക്കാൻ ഒരവസരം തരിക. അത് ചുമന്നുകൊണ്ട് പോകുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി അതിന്റെ അറ്റത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, തോളലിരിക്കുമ്പോ ആമേൻ, രക്ഷിക്കപ്പെട്ടവരും അതേ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആ രക്ഷിക്കപ്പെട്ട് നിന്നതിനെ ഒന്നിനെ അവിടെ കാണിയല്ല. സ്തോത്രല്ലേലിയ. ആ സഹോദരിയും പോയി ആമേൻ, അല്ലാത്ത പുള്ളിയുടെ തോളൽ ഈ പെട്ടി കാലിയായിട്ടിരിക്കും, ഒരു സംശയവും ഇല്ല. സ്തോത്രം. അത് വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിൽ അംഗീകരിച്ച ഏത് മതത്തിലോ കുലത്തിലോ പിറന്നതായിക്കൊള്ളട്ടെ, വചനം പറയുന്നു
ആമേൻ. എങ്ങനെയുള്ള വ്യക്തിയായാലും കുഴപ്പമില്ല. ആര്യനെന്നോ അതെ ആട്ടിനെന്നോ അനാട്ടിനെന്നോ ആര്യനെന്നോ ചണ്ടാലനെന്നോ ശകനെന്നോ ദാസനെന്നോ ബർബരനെന്നോ വ്യത്യാസമില്ലാതെ അഖില മനുഷ്യരും അപ്പാടെ മരിക്കുമെന്നുള്ളത് സത്യമാണ്. എന്നാൽ മരണത്തിനു മുന്നമേ യേശു ക്രിസ്തു രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രമല്ല ഇങ്ങനെ പ്രത്യാശ നിർഭരമായ ഒരു യാത്രയപ്പ് ലഭിക്കുക മാത്രമല്ല സ്വർഗത്തിൽ കർത്താവിന്റെ അടുക്കൽ വിശ്രമിപ്പാൻ കഴിയും. അതുകൊണ്ടാ വെളിപ്പാട് പുസ്തകം എഴുതുക ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഇനി ദൈവമക്കളോടുകൂടി ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. യോഹന്നാൻ 1:1 മുതൽ വായിക്കും. കാൺമീൻ നാം ദൈവമക്കളെന്ന് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ആ ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ട്. സ്തോത്രം. ഇതുവരെ നാം ഇന്നതാകുമെന്ന് പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, യേശു പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ തന്നെ തന്നെ നിർമ്മലീകരിക്കുക ഒരുങ്ങിയിരിക്കുന്നവർ മാത്രമേ അവിടേക്ക് എടുക്കപ്പെടുകയുള്ളൂ. അതും കൂടെ നിങ്ങളെ ഒരു ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്ന നിലയിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ആകയാൽ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. പ്രത്യാശയിൽ നമുക്ക് കാത്തിരിക്കാം. കാഹളം ധനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ഉയർപ്പിൻ സുപ്രഭാതത്തിൽ നമ്മുടെ വാത്സല്യ കർത്തൃദാസി ഉയർത്തെഴുന്നേൽക്കും. അന്ന് ഈ കുഞ്ഞുങ്ങൾ ആമേൻ അല്ലല്ലോ മരുമകൾ ഒക്കെ മാതാവിനെ കാണും. ഇന്ന് നമ്മൾ ദുഃഖത്തോടെ വിട പറയുകയാണ്, വേദനയോടെ വിട പറയുകയാണ്. ആമേൻ. ദൈവമക്കളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് ആമേൻ നാമം ഈ വഴിയായോ അല്ല കർത്താവിന്റെ കാഹളത്തിന് വഴിയായോ അവിടെ ചെല്ലുമ്പോൾ ആമേൻ ഇങ്ങനെയുള്ള ശരീരത്തോടെ അല്ല, രൂപാന്തര ശരീരത്തോടെ കർത്തൃദാസിയെ കാണാമെന്നുള്ള പ്രത്യാശയുള്ളവർ ഒന്നുകൂടെ ആ കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ. തിമോത്തി ഫെബമോൾ, നിങ്ങളോട് എനിക്ക് ഉറപ്പിക്കാനുള്ളത്, മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ, എൻ്റെ മാതാവും പിതാവും നഷ്ടപ്പെട്ടതാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു അനാഥത്വം ഫീൽ ചെയ്യും. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞ കർത്താവിന്റെ ദാസൻ ഉറപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. മാത്രമല്ല ദൈവദാസൻ ഉറപ്പുന്നു, ആ സെന്ററും ഈ സഭയും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ പ്രത്യാശയിൽ ആമേൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ മാതാപിതാക്കൾ പോയ പാത പിന്തുടർന്ന് നിങ്ങളുടെ ആ ആയുസ് വരെയോ കർത്താവിന്റെ വരവരെയോ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് നല്ല അന്ത്യം പ്രാപിപ്പാൻ നമുക്ക് ഏവർക്കും സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട്, ബന്ധുമിത്രാദികളോട്, ചാർച്ചക്കാരോട്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ മണ്ണാർക്കാട് സെന്ററിന്റെയും എൻ്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ദുഃഖവും പ്രത്യാശയും അറിയിച്ച് നിർത്തുന്നു. സർവശക്തനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ നമുക്കൊരു വാക്കൂടെ പ്രാർത്ഥിക്കാം. Praise the Lord. ബോട്ടിൽ ഞാൻ കയറിയിടും, പാട്ടോടെ യാത്രയ്ക്കായി ബോട്ടിൽ ഞാൻ കയറിയിടും. പാട്ടോടെ യാത്രയ്ക്കായി ഓട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. ഓട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ. ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ, യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ, യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ. തീരുമേ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം. ഹല്ലേലൂയ.
അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിമിഷങ്ങൾക്കകമായി ഈ ബോഡി സെമിത്തേരിയിലേക്ക് എടുക്കപ്പെടുകയാണ്. വളരെ പ്രത്യാശ നിർഭരമായിരിക്കുന്ന നിമിഷത്തിൽ ആമേൻ ഈ വാത്സല്യ മാതാവിനെ നമുക്ക് സന്തോഷത്തോടെ യാത്രയക്കാം. ആമേൻ ദാനിയേലിനോട് പറഞ്ഞതുപോലെ നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും വരെ വിശ്രമിക്കേണ്ടതിന് ആമേൻ ഈ പൊടിയിലേക്ക് ചേർക്കാൻ പോകുന്ന സമയമാണ് അടുത്ത നിമിഷങ്ങളിൽ. അതുകൊണ്ട് ആ ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി തീരുവാൻ, പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ഭൂമണ്ഡലത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ഞങ്ങൾക്ക് ദുഃഖമുളവാക്കുന്നു എങ്കിലും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. ആമേനിൽ കഴിഞ്ഞ ദിവസത്തിന്റെ മണിക്കൂറിൽ ഞങ്ങളുടെ വാത്സല്യം മാതാവ് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ തന്റെ ഓട്ടം തികച്ച അവിടെ ചേരുവാനിടയായി തീർന്നല്ല കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുന്ന നിമിഷമുണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യാശയോടെ ഞങ്ങൾ ഈ ബോഡിയുമായി സെമിത്തേരിയിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ആശ്വസിപ്പിക്കണമേ, അവരുടെ ഹൃദയത്തിൽ ദിവ്യമായ സമാധാനം കൊണ്ട് നിറയ്ക്കണം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ തിമോത്തിയെയും എസ്തേറിനെയും ഫേബിയെയും ഒക്കെ ദൈവം ആശ്വസിപ്പിക്കണമേ. ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കണമേ. സമാധാനം കൊണ്ട് അവരുടെ അത് ഹൃദയത്തെ നിറയ്ക്കണമേ. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ഭൃത്യന്മാരെ ഒക്കെ ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളിലും അവിടുത്തെ സാന്നിധ്യം പകരണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ നല്ല പിതാവേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മയും സഹവാസം കാവലും നമ്മോട് പ്രാർത്ഥിച്ച വിഷയങ്ങളോട് വിശേഷാൽ ദുഃഖത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളോടുകൂടിയും ബന്ധുമിത്രാദികളോടുകൂടിയും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളോടുകൂടിയും ഇന്നും എന്നേക്കും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ആമേൻ. ഒരു നിമിഷം ശ്രദ്ധിക്കുക. ഈ ശുശ്രൂഷ ഇത്രയും ഭംഗിയായ രീതിയിൽ ഇവിടെ വെച്ച് നടത്താൻ വേണ്ട ക്രമീകരണം ചെയ്ത കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്ററോടും കുടുംബത്തോടും ഇവിടെയുള്ള സഭയോടും ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ആദ്യം മുതൽ ഇതുവരെ ഈ കുടുംബത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങളിവിടെ പ്രാർത്ഥനയോടെ ആയിരുന്നു. ഇനി അല്പസമയം കൂടെ ഈ കുടുംബത്തോടുള്ള സ്നേഹം കാണിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അത് സെമിട്രിയിൽ നടക്കുന്ന ശുശ്രൂഷകളിലൂടെ പങ്കെടുത്ത് നിങ്ങൾ ഈ കുടുംബത്തോട് സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇവിടുന്ന് ഹൈവേയിലേക്ക് കയറി നേരെ ക്രോസ് ചെയ്ത് കല്യാണക്കാപ്പിൽ എത്തുകയും അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അരിയൂര് കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ വേങ്ങയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മുൻപോട്ട് ചെല്ലുമ്പോൾ കുണ്ടലക്കാട് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സെമിട്രിയോട് ചേർന്നാണ് നമ്മുടെ സെമിട്രി ഉള്ളത്. അവിടുത്തെ ശുശ്രൂഷയ്ക്കൂടെ നിങ്ങൾ പങ്കെടുക്കുക. ഇവിടെ ശുശ്രൂഷയ്ക്ക് അവസരം ലഭിക്കാത്ത പ്രിയപ്പെട്ട കർത്തൃദാസന്മാർക്ക് അവിടെ ശുശ്രൂഷയ്ക്ക് അവസരമുണ്ടാകും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇവിടുന്ന് ഒരു 3.5-4 കിലോമീറ്ററാണ് സെമിട്രിയിലേക്കുള്ളത് എന്നുകൂടി ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഈ ഭവനത്തിലെ ശുശ്രൂഷകൾ ഇവിടെ അവസാനിച്ചു. ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഭൗതിക ശരീരത്തിന് ചുംബനം നൽകി യാത്ര പറയാനുള്ള സമയമാണ്. വളരെ പക്വതയോടെ പ്രാർത്ഥനയോടെ ആ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുത്ത് സെമിട്രിയിലേക്ക് കടന്നു പോകാം. ചേർന്നിടും ഭംഗിയെ
തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് ശോഭയേറും ഓർ നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമോരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഗേദം രോദനം അങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് സ്നേഹമാം സ്വർഗത്താതനോടെ സ്നേഹദാനത്തിനും നൽകുന്ന സ്നേഹമാം സ്വർഗത്താതനോടെ സ്നേഹദാനത്തിനും നൽകുന്ന വിജയന്യെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് 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 ശോഭയേറും ഓർ നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമോ കോരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം ചേർന്നിടും നമ്മൾ പകുതി ഇവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ ബോഡി എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുകയും ലൈനായിട്ട് സെമിട്രിയിലേക്ക് കടന്നു പോകണം എന്നുള്ള കാര്യം ഓർക്കുക. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ
ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ഹലോ, ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. അളിവുണ്ടോ പോയോ? ആ, നമുക്ക് നോക്കാം. അതെ മോളെ.